അവൾ വന്നപ്പോൾ അവൾക്കില്ലാതിരുന്നൊരു കാര്യം എന്താ? സമാധാനം. അവൾക്ക് സമാധാനക്കേട് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നിർത്തി വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവനെ എന്നൊക്കെ പറയുന്നത് യേശുവിനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് ഒരു ക്ഷണം യേശുവിനുണ്ടായി. യേശു ആ ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് ഇരുന്നു. ഇതാരാണ് ഈ വിളിച്ചിരിക്കുന്നത്? ഒരു പരീശൻ യേശുവിനെ വിളിച്ചത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ചോദിച്ചാൽ കാണുമായിരിക്കും. പക്ഷേ പരീശന് യേശു ചെയ്യുന്ന കാര്യങ്ങളോട് അത്ര യോജിപ്പില്ല. കാരണം പരീശൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല യേശു ചെയ്യുന്നത്. ഈ പരീശൻ ചെയ്യുന്ന കാര്യങ്ങളോട് നേർ വിപരീതമായിട്ടാണ് യേശു പെരുമാറുന്നത്. ഇനി തരം കിട്ടുമ്പോഴൊക്കെ ഈ പരീശന്മാർക്ക് നല്ല കൊടുക്കുന്നുമുണ്ട് യേശു, അല്ലേ? ഇതും ഈ പരീശ അറിയുന്നുണ്ട്. ഒരു പക്ഷേ ഈ പരീശന് യേശുവിനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്ന് സംസാരിക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് യേശുവിനെ അറിയാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് പറയണമെങ്കിലും ഒന്ന് യേശുവിനോട് പറയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. മേ ബി എ ഡയലോഗ് വീട്ടിൽ വെച്ച് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം യേശുവിനെ വിളിച്ചത്. പക്ഷേ യേശു ഉടൻ ആ ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിൽ ചെന്ന് അവിടെ ഭക്ഷണത്തിനങ്ങ് ഇരുന്നു. എൻ്റെ യേശുവിൻ്റെ ഒരു സ്വഭാവം ഇതാ, വെറെവർ ഈസ് ഇൻവൈറ്റഡ് ഹി വിൽ ഡെഫിനറ്റ്ലി ഗോ, അല്ലേ? ക്ഷണിക്കാതെ വരുന്നൊരു അതിഥിയല്ല യേശു. ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വരും. ഈ യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാത്ത, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആദ്യമേ പറയട്ടെ, ഇൻവൈറ്റ് ഹിം. അവനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ഇന്ന് നിങ്ങൾ യേശുവിനെയും കൊണ്ടുവേണം തിരിച്ചു പോകാൻ വീട്ടിലേക്ക്. അന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു, ഇന്ന് നിങ്ങളിലേക്ക് ക്ഷണിക്കുക, അല്ലേ? നിങ്ങളിലേക്ക് യേശു വരുമ്പോൾ നിങ്ങളിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പം നിങ്ങൾ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, യേശുവുമായിട്ടാണ് പോകുന്നത്. യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവിടെ വ്യത്യാസം വരും. നാളെ ജോലിക്ക് നിങ്ങൾ പോകുമ്പം യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലേ? നിങ്ങളുടെ സകല കഷ്ടങ്ങളിലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളിൽ അവൻ ദൂരെയല്ല, അരികത്ത് കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം യേശുവിനെ ക്ഷണിച്ചു, യേശു ചെന്നു, യേശുവിടെ ഭക്ഷണത്തിന് ഇരുന്നു. അടുത്ത വാക്യം. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. മതി. അവിടെ യേശു അവിടെ പോയി ഭക്ഷണത്തിനിരിക്കുക. പക്ഷേ പെട്ടെന്ന് അടുത്തത് സീൻ മാറുന്നത് എന്താണ്? ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ പറയുന്നത് എന്താണ്? പാപിയായ ഒരു സ്ത്രീ. എന്തോ ഒരു കഷ്ടം ആ സ്ത്രീയുടെ. 2000 കൊല്ലമായിട്ട് ഇതുവരെയും ലേബൽ മാറിയില്ല, സ്റ്റേറ്റസും മാറിയില്ല. ഇപ്പോഴും എന്താണ് അവരുടെ ഫേസ്ബുക്ക് സ്റ്റേറ്റസ് എടുത്ത് നോക്കിയാൽ എപ്പോഴും കിടക്കുന്നത്, അല്ലേ? സിന്നർ വുമൺ എന്നൊക്കെയാണ് പറയുന്നത്, പാപിയായ സ്ത്രീ. ശരി, ഈ പാപിയായ സ്ത്രീ യേശു ഈ വീട്ടിൽ വരുന്നുവെന്നറിഞ്ഞ് എന്ത് ചെയ്തു? അവൾ വന്നു. പക്ഷെ അവൾ വരുമ്പം ചുമ്മാ കൈയും വീശിയല്ല വരുന്നത്. അവളെന്താണ്? ഒരു വെൺകൽ ഭരണിയും പരിമള തൈലം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. നമുക്ക് ആ കൂടെ അറിയാവുന്ന ഉപ്പുമാങ്ങ ഭരണി ഒക്കെയാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാധനമൊന്നുമല്ല. ഇതൊരു വളരെ കോസ്റ്റ്ലിയസ്റ്റ് പെർഫ്യൂം. അതായത് എത്രയോ മാസത്തെ ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രമേ ഇതിലൊരു ചെറിയ കുപ്പി മേടിക്കാൻ പറ്റൂ. അതും മേടിച്ചുകൊണ്ടാണ് ഇവൾ വരുന്നത്. അപ്പം കൈ വീശിയല്ല, അവൾ വില കൂടിയ ഒരു വസ്തു യേശുവിന് കൊടുക്കാൻ, സമ്മാനമായിട്ട് കൊടുക്കാൻ അവൾ കയ്യിൽ കരുതിയാണ് അവൾ ആ വീട്ടിലേക്ക് വരുന്നത്. അടുത്ത വാക്യം. പുറകിൽ അവൻ്റെ കാൽക്കൽ. പുറകിൽ, ഇനിയുള്ള പദങ്ങൾ ശ്രദ്ധിക്കണം. അവൾ ഇത്രയും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ്, ഒരു പ്രസൻറ്റ്, ഒരു സമ്മാനം യേശുവിന് കൊടുക്കാൻ വരുമ്പം അവൾ മുന്നിൽ കൂടല്ല വരുന്നത്, അവൾ പുറകിൽ കൂടെ വരുന്നു. അതായത് ആരും കാണണ്ട, ഞാൻ മുന്നിൽ കൂടെ വന്ന് എനിക്കൊരു അറ്റൻഷനും വേണ്ട, ഞാൻ ഐ വിൽ ജസ്റ്റ് ക്വയറ്റ്ലി, ഞാൻ പുറകെ കൂടെ വന്ന് ആരും കാണാതെ ഇതങ്ങ് കൊടുത്തിട്ട് പോയിക്കോട്ടെ. നമ്മളാണെങ്കിലോ ആലോചിച്ച് നോക്കിയേ, നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഒരു 1,00,000 രൂപ ഇവിടെ നിന്ന് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ ചെക്കുമൊക്കെ എഴുതി ഒരു കവറിലൊക്കെ ഇട്ട് എങ്ങനെയായിരിക്കും പോകുന്നത്? ഒതുക്കത്തിൽ കൊണ്ട് കൊടുക്കുമോ? മുഖ്യമന്ത്രിയുടെ
എങ്ങനെ കൊടുത്താലും അതങ്ങ് എത്തും. പക്ഷെ നമ്മളവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് ശഠിച്ച് നേരത്തെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് നമ്മളൊരു ഡെലിഗേഷനുമായിട്ടൊക്കെ പോയി ഏഷ്യാനെറ്റിനെയും വിളിക്കും, മനോരമയും വിളിക്കും, പിന്നെ നമ്മുടെ തന്നെ ഫോട്ടോഗ്രാഫറും കാണും. എല്ലാവരുമായിട്ടും പോയി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫോട്ടോ എന്ത് ചെയ്യും? നമ്മളിടും. ഇത്രയെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു 1,00,000 രൂപ കൊടുക്കുന്നതിന് ഇത്രയും പരസ്യം നമ്മൾ കൊടുക്കുന്നെങ്കിൽ, ആ സ്ത്രീ വിലയേറിയൊരു വസ്തു യേശുവിന് കൊടുക്കാൻ വന്നപ്പം അവൾ പുറകിൽ കൂടാണ് അവൾ വരുന്നത്. അവൾക്ക് ഒരു പബ്ലിസിറ്റിയും വേണ്ട. പുറകിൽ കൂടെ വന്നിട്ട് അടുത്തത് എവിടാണ്? അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ എവിടെ വന്ന് നിൽക്കുന്നേ? കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു അല്ലേ? അവൾ പുറകിലൂടെ വന്ന് കാൽക്കൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് അടുത്തത് കണ്ണുനീർ കൊണ്ട് അവൾ കരഞ്ഞും കൊണ്ട് വന്ന് നിന്നു. അടുത്തത് കരഞ്ഞപ്പം കണ്ണുനീരിങ്ങി വന്നു. ആ കണ്ണീര് എവിടെ വീണു? അവൻ്റെ കാലിൽ വീണു എന്നല്ല, അവളുടെ ആ കണ്ണീര് വീണ ആ കാലങ്ങ് നനച്ചു. കാല് നനഞ്ഞു എന്ന് കണ്ടപ്പോഴത്തേക്കും അയ്യോ, എൻ്റെ കണ്ണീര് കൊണ്ട് കർത്താവിൻ്റെ കാല് നനഞ്ഞു. അവൻ നനഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? തലമുടി കൊണ്ട് തുടച്ചു. ശരി, എന്തുകൊണ്ടാണ് തുടച്ചത്? സൗകര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ തലമുടി സൂക്ഷിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം അല്ലേ? അത് യേശു ഈ പറഞ്ഞ പോലെ നല്ല സോക്സും ഷൂ ഇട്ടൊന്നുമല്ല വരുന്നത്. സാധാരണ തോൽ ചപ്പലും ധരിച്ചാണ് വരുന്നത്. അത് അവിടുത്തെ ആ ഒരു ചൂട് കാലാവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ നല്ല ചെമ്മണ്ണിക്കൂടെ നടന്നു വരുന്നത്. കാലവിടെ ചെരുപ്പോട് ഊരിയിട്ടിട്ടാണ് കയറി അകത്തോട്ട് വന്നത്. അപ്പം മൊത്തത്തിൽ ആ കാലി പൊടിയും മണ്ണും ഒക്കെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ കണ്ണീരും കൊണ്ട് ഒഴിച്ചു കൊടുത്തപ്പം അത് ചെളിയായി. അപ്പം ഈ ചെളിയായപ്പോൾ എന്ത് ചെയ്തു? അതാണ് പോയി തുടയ്ക്കുന്നത്. അപ്പം തുടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? തലമുടി വേണം. നിങ്ങൾ തലയിലെ ചെളി കഴിയാൻ അല്ല എന്തോ തന്നെ പറയുന്നത്, അത് കളയാൻ പെടുന്ന പാട് എത്ര ഷാമ്പൂ നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചിട്ടാണ് നിങ്ങളുടെ തലമുടി കഴുകുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും സുന്ദരമായി നിങ്ങൾ മറ്റേ അല്ല കൊണ്ടു കിടക്കുന്നൊരു തലമുടി, ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള തലമുടിയാണ് അവളുടെ അവളുടെ ബ്യൂട്ടി മാത്രമല്ല, അവളുടെ ഒരു എന്താ പറഞ്ഞ, അവളുടെ കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല അല്ലേ? അപ്പം ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ഈ തലമുടി യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പം ഏറ്റവും താണ് കുനിഞ്ഞ് ആ തലമുടി കൊണ്ട്, എന്തായാലും അവളെ ബോബ ചെയ്തല്ല കേട്ടോ, നല്ലപോലെ മുടി ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചോദിച്ചോട്ടെ സൗകര്യമാരെ, നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നാലും എന്തെങ്കിലും ഒന്ന് തുടയ്ക്കാൻ ഒരു തുണി കാണും. ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു തുവാല കാണുമല്ലോ അല്ലേ? എന്താണ് പറയുന്നത്, ഹാങ്കി കാണും, അല്ലെങ്കിൽ ഒരു കർച്ചീഫ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഷാൾ കാണും അല്ലേ? എന്തെങ്കിലും കാണുമല്ലോ. പക്ഷേ അവൾ ഒരു തുണിയും കൊണ്ടല്ല അവൾ തുടച്ചത്, അവളുടെ തലമുടി കൊണ്ട് തുടച്ചു. അവളുടെ ഡിഗ്നിറ്റിയാണ് അവളുടെ തലമുടി അല്ലേ? പക്ഷേ അവൾ അതെല്ലാം ഇപ്പം എവിടെ വയ്ക്കുന്നു? കർത്താവിൻ്റെ കാൽക്കൽ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന് പറയുന്നത് എന്തും എത്ര ഉന്നതമായതാണെങ്കിലും അതിരിക്കേണ്ട സ്ഥലം കർത്താവിൻ്റെ കാൽക്കലാണ് പ്രിയപ്പെട്ടവരെ. അവൾക്കതറിയാമായിരുന്നു തോന്നുന്നു. അവളെന്ത് ചെയ്തു? ആ തലമുടി കൊണ്ട് ഏറ്റവും കുനിഞ്ഞെന്ന് ആ കാലങ്ങ് തുടച്ചു. എന്നിട്ട് അടുത്തത് കാൽ ചുംബിച്ച് തൈലം പൂശി. കാല് തുടച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത്രയും കുനിഞ്ഞ് ചെന്നെല്ലാം തുടച്ചപ്പോൾ ആ കാലുമായിട്ട് കുറേ നേരം എല്ലാം തൊട്ട് കാലൊക്കെ തുടച്ചു കഴിഞ്ഞപ്പോൾ അവളെന്ത് ചെയ്തു? അവളങ്ങ് ചുംബിച്ചു. ശരി, ചുംബിച്ചിട്ട് തൈലം പൂശി. അപ്പോഴാണ് ഈ കൊണ്ടുവന്ന സാധനം എന്ത് ചെയ്തു? അത് തുറന്നിട്ട് ആ തൈലം എടുത്തിട്ട് എന്ത് ചെയ്തു? എവിടാ പൂശിയത്? കാൽക്കൽ പൂശി. ഇതെന്തുവാ? ഇതെന്തൊരു തൈലമായത്? നമ്മളൊക്കെ കാലി മറ്റേ വേദനയ്ക്ക് വരട്ടുന്ന കുഴമ്പ് എന്തുവാ? അത് മറ്റേ ആയുർവേദം പറയും, ചുമ്മാ ഈ മുറിവെണ്ണ. അത് ഒടിവും ചതവൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ കാലിനൊക്കെ ഒരു ധന്വന്തരം കുഴമ്പ്. കണ്ടോ, ഇവിടെ കാലി ധന്വന്തരം കുഴമ്പ് പുരട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം. ഇതെന്താണ് പുരട്ടിയത്? ഇത്രയും വിലപിടിപ്പുള്ള തൈലം. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണല്ലേ? ഇപ്പം നിങ്ങൾ ഞായറാഴ്ച ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തോന്നും, അയ്യോ ഞാനൊരു പൗഡർ പോലും ഇട്ടിട്ടില്ല, ഞായറാഴ്ച എന്തോ ഒരു വിശുദ്ധന്മാരാണെന്നറിയാമോ? പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പെർഫ്യൂം നിങ്ങൾ എവിടെ അടിക്കുന്നത്? സാറിന് എവിടെ അടിക്കുന്നത്? ആരെങ്കിലും ഇന്ന് വരെ പെർഫ്യൂം കാലിലടിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ 100 രൂപയുടെ പറട്ട പെർഫ്യൂം പോലും നിങ്ങളുടെ കാലി അടിക്കത്തില്ല. പക്ഷേ ഇവൾ ഇത്രയും വിലപിടിപ്പുള്ള സാധനം കൊണ്ടുവന്ന് അവൾ പുരട്ടിയത് യേശുവിൻ്റെ കാൽക്കല. ഞാൻ വീണ്ടും പറയട്ടെ, വാട്ട് എവർ ഈസ്
costly or expensive or precious to you, the right place for that to be is at the feet of Jesus. അവൾക്കറിയാം ഇത് എവിടെ വയ്ക്കണമെന്ന്. അവളുടെ ഡിഗ്നിറ്റി യേശുവിൻ്റെ കാൽക്കൽ. അവളുടെ പ്രഷ്യസ് ആണ് അവളുടെ യേശുവിൻ്റെ കാൽക്കൽ. അപ്പോൾ നോക്കി, ഇവിടെ എല്ലാം ചെയ്യുമ്പം ഞാൻ ഇന്നിപ്പം നേരത്തെ നമ്മൾ വിശ്വാസത്തെ പറ്റി കേട്ടതുപോലെ ഇവളുടെ ഒരു ആരാധനയായിട്ട് ഞാനിതിനെ കാണുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവൾ യേശുവിനെ ആരാധിക്കാൻ വരുമ്പം അവൾ കൈയും വീശിയല്ല വന്ന ഷീ ബ്രിങ്സ് സംതിങ് വെരി എക്സ്പെൻസീവ്. അതിൻ്റെ അർത്ഥം, എൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, വർഷിപ്പ് ഈസ് എക്സ്പെൻസീവ്, വർഷിപ്പ് ഈസ് കോസ്റ്റ്ലി. ആരാധന വിലയുള്ളതാണ്. നിങ്ങളൊരു വില കൊടുത്തു മാത്രമേ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയൂ. 2 ശമൂവേൽ 24:24 ഒരു വാക്യമുണ്ട്. അതായത് ഒരു ആരാധന, ഒരു യാഗം കഴിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പം അവിടെ ഒരു ചെറിയ ഒരു വിഷയമുണ്ട്. അവിടെ എന്താണെന്ന് എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. I will not sacrifice to the Lord my God that cost me nothing. It should cost me something. അതാണ് വിഷയം. എൻ്റെ ചോദ്യം, നിങ്ങളിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളതിന് കൊടുക്കുന്ന വില എന്തുവാ? പറഞ്ഞേ. What is the price that you are paying to worship God? നിങ്ങളൊരു വില കൊടുത്ത് ആരാധിക്കുന്ന വല്ലവരും ഉണ്ടോ? നമ്മൾ ഈ ചിലവില്ലാത്ത യാഗം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ചിലവില്ലാത്ത യാഗം എന്തുവാ? അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പിൻ. വേറൊരു വാക്കിലുണ്ട്, അധരചർവണമെന്ന് പറഞ്ഞ് വേറൊരു വാക്കുണ്ട് അല്ലേ? ഇന്ന് ശരിക്കും പറയാം, നമ്മളിങ്ങനെ വാഗൊണ്ടിങ്ങനെ ചുമ്മാ അങ്ങ് ആരാധിക്കുക. ഈ വാഗൊണ്ടി അടിച്ചു വിടുന്നതിന് വലിയ ചിലവൊന്നുമില്ലാന്നേ. അതിന് ഇംഗ്ലീഷ് പറയുന്നത് ലിപ്പ് എക്സസൈസ് എന്നാണ് അല്ലേ? ഈ ലിപ്പ് എക്സസൈസ് എപ്പോഴും നല്ലതാണ്, കുറച്ച് നല്ലതാണ് അല്ലേ? ചൂങ്ങിക്കാൻ വിട്ട് ചവയ്ക്കുന്ന ചിലപ്പം പറയാറില്ലേ, അതൊരു നല്ല എക്സസൈസാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അധരചർവണം ഇങ്ങനെ നടത്തുന്നതല്ലാതെ ഇതിനെന്താ നമുക്ക് ചിലവാകുന്നേ? ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നോളാം. നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന്, ഈ സത്യദൈവത്തെ അറിഞ്ഞു വന്ന് അവനെ ആരാധിക്കുന്നതിന് നിങ്ങളൊരു വില കൊടുത്തുകൊണ്ടാണ് ആരാധിക്കുന്നത്. അതോ ചുമ്മാ ഇങ്ങനെ സ്വോത്രാം എന്ന് പറഞ്ഞിട്ട് കുറേ സ്തുതിയും സ്തോത്രമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല. ഇറ്റ് ഷുഡ് കോസ്റ്റ് യു എവ്രിതിങ്. ഇറ്റ് ഷുഡ് കോസ്റ്റ് യു യുവർ വെരി ലൈഫ്. നമ്മുടെ ജീവൻ അല്ലേ? നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിപ്പീൻ, സമർപ്പിപ്പീൻ. അങ്ങനെയെങ്കിൽ എക്സ്പെൻസീവാണ്, അല്ലെങ്കിൽ വർഷിപ്പ് ഈസ് കോസ്റ്റ്ലി. അടുത്തത്, അവൾ പുറകിലൂടെ വന്ന് കാൽക്കൽ. അതെന്തിനാണ് കാണിക്കുന്നത്? വർഷിപ്പ് ഷുഡ് ബി ഔട്ട് ഓഫ് ഹ്യൂമിലിറ്റി. താഴ്മയില്ലാതെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ അല്ലേ? ആരെങ്കിലും ദൈവസന്നിധി വന്നിങ്ങനെ നിവർന്ന് നിന്ന് അല്ലേ, നെഞ്ചുയർത്തി ഈ പറഞ്ഞല്ലോ മുകളിലോട്ട് നോക്കി ഞാൻ ഇതിന് അർഹനാണ് അല്ലേ? നോ, നേരത്തെ കേട്ട പോലെ ഐ എം അൺവർത്തി. എന്താണ്? എനിക്ക് ഒരു യോഗ്യതയില്ലപ്പാ. എനിക്ക് അങ്ങേ അറിയുവാനോ അങ്ങേ ആരാധിക്കുവാനോ ഒരു യോഗ്യതയില്ലായിരുന്നു. അങ്ങനെയുള്ള എന്നെ നീ അവിടെ നിന്ന് കണ്ടല്ലപ്പാ. എൻ്റെ കുടുംബത്തിലുള്ള എത്രയോ ശ്രേഷ്ഠന്മാർക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല. എന്നെക്കാളും എത്രയോ ബുദ്ധിമാന്മാർക്കും മിടുക്കന്മാർക്കും അത് കിട്ടിയില്ല. ഏഴയായി എനിക്ക് ആ ഭാഗ്യം തന്നല്ലപ്പാ എന്ന് പറഞ്ഞ് ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? താഴ്മയോടെ വേണം നമ്മളവനെ ആരാധിക്കുവാൻ. അടുത്തത്, അവൾ എന്ത് ചെയ്തു? അവൾ കരഞ്ഞപ്പോൾ എന്ത്? വെറും കരച്ചിലല്ല, കണ്ണീര് ധാരധാരയായി ഒഴുകി. അതിൻ്റെ അർത്ഥം ഷി വാസ് ബ്രോക്കൺ. നമ്മുടെ ആരാധനയിൽ ഒരു ബ്രോക്കൺനെസ് ഉണ്ടോ? ഒരു തകർച്ചയുണ്ടോ? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല അല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു യാഗത്തിൽ എന്തുണ്ട്? ഒരു തകർച്ചയുണ്ട്. തകർന്ന ഹൃദയം, നുറുങ്ങിയിരിക്കുന്നൊരു മനസ്സ്. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒരു തകർന്ന് ഇവിടെ ഇരിപ്പുണ്ടോ? നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, നുറുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പം ദൈവം രക്ഷിക്കണമെങ്കിൽ, ദൈവം സമീപസ്ഥനാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നുറുക്കവും ഒരു തകർച്ചയും നമുക്ക് ആവശ്യമാണ്. ഈ ആകം തകരാതെ, നുറുങ്ങാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ അല്ലേ? ഇന്ന് നമ്മുടെ ആരാധനയിൽ ഒരു വ്യത്യാസം വരട്ടെ. ലോർഡ് ബ്രേക്ക് മൈ ഹാർട്ട്, ലോർഡ്
ബ്രേക്ക് മൈ ഹാർട്ട് സോ ദാറ്റ് ഐ വിൽ വേർഷിപ്പ് യു. നിന്നെ ശരിക്കും ആരാധിക്കുവാൻ കർത്താവെ എൻ്റെ ഹൃദയം ഒന്ന് നുറുങ്ങട്ടെ, എൻ്റെ ഹൃദയം ഒന്ന് തകരട്ട് കർത്താവെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അപ്പം ഹ്യൂമിലിറ്റി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബ്രോക്കൺനെസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 51-ാം സങ്കീർത്തനം 17-ാം വാക്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഹനനയാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ശരി, അപ്പോൾ അവൾ ഏറ്റവും ഏറ്റവും ഈ പറഞ്ഞ തകർന്നവളായി വന്നു. ആ കാൽപാദത്തിൽ അവൾ എന്ത് ചെയ്തു? അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്തത് അവൾ എന്ത് ചെയ്തു? ചുംബിച്ചു. വാട്ട് ഇസ് ദാറ്റ് ഷോ? അതെന്തിനാണ് കാണിക്കുന്നത്? നമ്മൾ ആരെയാണ് ചുംബിക്കുന്നത്? നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ചുംബിക്കും. അങ്ങനെയാണെങ്കിൽ അവൾ എന്ത് ചെയ്തു? വേർഷിപ്പ് ഷുഡ് ബി ഔട്ട് ഓഫ് ലവ്. സ്നേഹമാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് ഞാനും ചോദിച്ചോട്ടെ, സ്നേഹം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ലോകത്തിലേക്ക് നോക്കിയാൽ പല ദൈവങ്ങളെയും പലരും ആരാധിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഭയം കൊണ്ട്, കടമ കൊണ്ട്, കാര്യസാധ്യത്തിനായി, പല പല കാരണങ്ങളാണ്. നമ്മൾ ആരാധിക്കുന്ന എന്തുകൊണ്ടായിരിക്കണം? സ്നേഹം കൊണ്ട്. ഐ ലവ് യു സോ മച്ച് അല്ലേ? വർഷിപ്പ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് യുവർ ലവ്. നമുക്ക് സ്നേഹമുണ്ടെന്നുള്ള പ്രകടിപ്പിക്കുന്നതാണ് ആരാധന അല്ലേ? ഇന്ന് പലപ്പോഴും ആ പ്രകടനം മാത്രമേ ഉള്ളൂ, പക്ഷേ സ്നേഹം കൊണ്ടല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു കാര്യം ഓർത്തോണം. വൈ ഡു ഐ വർഷിപ്പ് മൈ ഗോഡ്? എൻ്റെ ദൈവത്തെ ഞാൻ എന്തുകൊണ്ട് ആരാധിക്കുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? എനിക്ക് അത്രയ്ക്ക് സ്നേഹം. എന്താ ഇത്രയ്ക്ക് സ്നേഹത്തിന് കാരണം? ഹീ ഫസ്റ്റ് ലവ്ഡ് മീ. അവൻ ആദ്യം എന്നെ സ്നേഹിച്ചു. അവൻ്റെ സ്നേഹത്തിന് എനിക്കെന്ത് ചെയ്യും? ഇത് മാത്രം എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള. എന്താണ്? ആ സ്നേഹത്തിന് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എങ്ങനെ? അതാണ് എൻ്റെ ആരാധന. അപ്പം ഇന്ന് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെപ്പറ്റി ഒരു ബോധ്യമുള്ളവർക്കേ തിരിച്ചവനെ സ്നേഹിക്കാൻ പറ്റൂ അല്ലേ? അവനെ സ്നേഹിക്കാൻ ഇങ്ങോട്ട് ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു എന്നുള്ള ബോധ്യം ഉണ്ടാണ്. നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടോ പ്രിയപ്പെട്ടവർ? ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കത്തില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആരാധിക്കുക തന്നെ ചെയ്യും. ശരി, ഇതെല്ലാം ഇത്രയും നേരം ഇവളി ചെയ്തതെല്ലാം കൂടെ ഒന്ന് മൊത്തത്തിൽ ക്രോഡീകരിച്ച് ഞാൻ ഇങ്ങനെ പറയും, ഷി വാസ് വെരി എക്സ്പ്രസീവ് അല്ലേ? അവളെന്ത് ചെയ്തു? അവളുടെ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇവളുടെ ഈ ആരാധന അവൾ എന്ത് ചെയ്തു? അങ്ങ് പ്രകടിപ്പിച്ചു. അതിൻ്റെ അർത്ഥം യുവർ വർഷിപ്പ് ക്യാൻ ബി എക്സ്പ്രസീവ് അല്ലെങ്കിൽ യുവർ വർഷിപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. ഇന്ന് ഒത്തിരി പേര് ചിന്തിക്കുന്നത് അങ്ങനൊന്നും എന്തിനാണ് നിങ്ങളിങ്ങനെ നടന്ന് ബഹളം വെച്ച് ആരാധിക്കുന്നത്? എന്തിനാണ് നിങ്ങളിങ്ങനെ നടന്ന് ആരാധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ? യു ക്യാൻ ബി എക്സ്പ്രസ് ഇൻ യുവർ വർഷിപ്പ്, നോ പ്രോബ്ലം. ദൈവത്തിനത് ഇഷ്ടമാണ്. നിങ്ങളുടെ കുഞ്ഞ് എങ്ങനെയൊക്കെ രീതി വന്ന് ആ കുഞ്ഞിൻ്റെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാലും നിങ്ങൾ യു എൻജോയ് ഇറ്റ് അല്ലേ? യു ലവ് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമ്മളും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാലും ഹി വിൽ ലവ് ഇറ്റ് അല്ലേ? ഒരിക്കലും നമ്മളെ കുറ്റം പറയത്തില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ചിലർ ചിന്തിക്കാറുണ്ട്, ചില ആരാധനയിലൊക്കെ വളരെ ഡീസൻ്റായിട്ട് വന്ന് എന്ത് ചെയ്യണം? ഇരുന്നോണം, എഴുന്നേറ്റ് നിന്നോണം, എന്ത് ചെയ്യണം? വളരെ ബഹുമാന പുരസരം നിന്ന് എന്ത് ചെയ്യണം? പാട്ട് പാടിക്കോണം. പാട്ട് പാടിക്കഴിയുമ്പോൾ എല്ലാവരും ഇരിക്കുക എന്ന് പറയുമ്പം ഇരിക്കണം, എഴുന്നേൽക്കണം അല്ലേ? ഇങ്ങനെ മാത്രമേ ആരാധിക്കുക. ഓക്കെ, അതിൽ തെറ്റൊന്നുമില്ല, അതും ആരാധന തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് ചിലപ്പം അങ്ങ് ആരാധിക്കണം, പരിധി വിട്ടങ്ങ് ആരാധിക്കണം തോന്നിയാൽ എന്തു പറ്റും? നമ്മൾ പലപ്പോഴും കയറി പിടിക്കുന്നൊരു വാക്യമുണ്ട്. പഴയ നിയമത്തിലെ ഒരു രാജാവായിരുന്നു. ആരായിരുന്നത്? ദാവീദെ പോലെ നടനമാടി എന്നൊക്കെ. പക്ഷേ ഈ ദാവീദെ പോലെ നടനമാടി എന്നൊക്കെ ഇത് പറഞ്ഞ് എല്ലാവരെയും കൂടെ നമ്മൾ ഇളക്കുമ്പം ആളിങ്ങനെ ഇരിക്കുന്നത്, ദാവീദെ പോലെ നടനമാടി. ഞാൻ പറയാറുണ്ട്, നടനമാടിയെങ്കിൽ കൈയൊന്ന് വിട്, ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക അല്ലേ? ഇതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ദാവീദ് നടനമാടി അല്ലെങ്കിൽ ദാവീദ് നൃത്തം ചെയ്തു, അത് ശരിയാ അല്ലേ? നൃത്തം ചെയ്തു. പക്ഷേ ദാവീദ് നൃത്തം ചെയ്തതും ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു നാണവും ഇല്ല. കാരണം ദാവീദ് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്ത് നാണിക്കാനാ അല്ലേ? എനിക്കൊന്നും നാണിക്കാനില്ല. കാരണം എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നു എന്നും ഈ ഒരു അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഞാൻ ഇനിയും എന്ത് ചെയ്യും? ഒരു ചമ്മലും ദാവീദിൽ. ഇന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ ആയിരിക്കണം. ഐ നോ ഫ്രം വെയർ ഐ കെയിം ആൻഡ് ദ ഓൺലി റീസൺ ഫോർ മീ ടു ബി ഹിയർ ഈസ് മൈ ഗോഡ്. എൻ്റെ ദൈവമാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ആ ദൈവം ഭാഗം എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? അപ്പം യുവർ വർഷിപ്പ് ക്യാൻ ബി എക്സ്പ്രസീവ്. ഒടുവിൽ അതിൻ്റെ 50-ാം വാക്യം വായിച്ചേ.
അവനോ സ്ത്രീയോട്. ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ, അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ആ കഥ ശരിയാകത്തില്ല. ശരി, ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നല്ല അനുഭവം, മറ്റേ കാൽ ചുംബിച്ചു. ഏതാ വാക്യം? കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണീർ. അടുത്ത വാക്യം, അവനെ ക്ഷണിച്ച പരീശൻ. ഇത്ര ആയപ്പോഴത്തേക്കും അവിടുത്തെ ഹോസ്റ്റ്, അതായത് വീടിൻ്റെ ഉടമയായ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച ആ പരീശൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഇത്രയും നേരമൊക്കെ കടിച്ചു പിടിച്ചു. കാരണം ഈ സ്ത്രീ ഇങ്ങോട്ട് കയറി വന്നത് കണ്ടപ്പോൾ ഇവളെ ആര് വിളിച്ച്? ഒരു വീട്ടിലൊരു പ്രൈവറ്റ് ഫങ്ഷനാണ്, അവിടെ ഇവളെ വിളിക്കപ്പെടാതെ ഇവളും കയറി ചെന്നു. അത് തന്നെ ഒരു മര്യാദകേടാണ്. പക്ഷെ ഇവൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവളുടെ ഈ പറഞ്ഞാൽ അതുപോലെ ഡെസ്പറേറ്റ് ആയിരുന്നു അവൾ. അതുകൊണ്ട് അവൾ ഇവിടെ ഇടിച്ച് കയറി അങ്ങ് ചെന്നേ അല്ലേ. ചെന്നിട്ട് ഇത് കണ്ടിട്ട് ആ പരീശൻ എന്താ പറയുന്നത്? പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയാമായിരുന്നു. അപ്പം ഈ യേശുവിനെ വീട്ടിൽ വിളിച്ച് ചാപ്പാട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇയാൾ പ്രവാചകനെ പോകുമ്പോൾ എന്തായും ഒരു ദൂതൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഇതിനാണ് വിളിച്ചോണ്ട് ഇപ്പോഴല്ലേ ഉള്ളിലിരിപ്പോൾ മനസ്സിലാവുന്നത് അല്ലേ. കാരണം ആരോ പറഞ്ഞ് ഈ യേശു വലിയ പ്രവാചകനാണെന്നൊക്കെ അങ്ങനെയാണ് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ദൂത് കേൾക്കാൻ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി ഇയാൾക്ക് ഒരു പ്രവചനപരവും ഇല്ല. കാര്യം എന്താ? ഈ സ്ത്രീയെ വിവേചിക്കാനുള്ള കൃപയില്ലല്ലോ. ഈ സ്ത്രീയെ ഈ പട്ടണത്തിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സ്ത്രീയെ ഇത്രയൊക്കെ ചെയ്യാൻ കാല് നീട്ടി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇയാൾ വിളിച്ചു പോയല്ലോ എന്നായിപ്പോയി. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയുന്നത് അല്ല? ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് യേശുവിനെയും വിളിച്ച് ഇനിയിപ്പോൾ ഈ യേശുവിന് മിനിമം ഒരു വിവേചനപരം പോലും ഇല്ല. പ്രവചനം പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു വിവേചനപരം പോലും ഇല്ലല്ലോ. ഇങ്ങനൊരു പന്ന സ്ത്രീ ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാമോ? ഒരു പ്രവാചകനെങ്കിലും ആയിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. ആദ്യം എന്ത് ചെയ്യണം? ആരെന്നറിയണമായിരുന്നു. 2, ഈ ആരെന്നുള്ളത് സ്ത്രീയാണെന്ന് എല്ലാവർക്കും കണ്ടറിയാം. പക്ഷെ എങ്ങനെയുള്ള സ്ത്രീ എന്നെങ്കിലും ഇന്ന് സഭയിലുള്ള പ്രശ്നം ഇതാ. ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്, ഇതാര്? അടുത്തത് എങ്ങനെയുള്ളത് അല്ലേ? ഒരുപക്ഷേ മറ്റുള്ളവരെല്ലാം നിങ്ങളെങ്ങനെയുള്ളവളെന്നും എങ്ങനെയുള്ളവനെന്നും ആയിരിക്കും നോക്കുന്നത് അല്ലേ. അതായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ യേശു അതൊന്നും നോക്കുന്നില്ല. എൻ്റെ യേശു നിങ്ങളെയാണ് നോക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തിനായിട്ട് വന്നു, അതാണ് യേശു അറിയുന്നത്. ശരി, എങ്ങനെയുള്ളവളൊന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് പറഞ്ഞു. വേണ്ട, പുള്ളിയോളം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയുള്ളവളാ? പാപി. എത്ര പെട്ടെന്ന് അവിടെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്താണ്? പാപി. നമ്മളും ആലോചിച്ച് നോക്കിയേ, നമ്മളെപ്പോലെ അല്ലാത്തവരെ നമ്മൾ ഉടനെ എന്താണ് വിളിക്കുന്നത്? പാപി അല്ലേ. നമ്മൾ ഉടനെ തന്നെ അവർക്ക് നരകത്തിലേക്ക് ചീട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇത് പിടിച്ചോ, നേരെ പൊയ്ക്കോ കേട്ടോ, ഇതുവഴി നേരെ അങ്ങ് പോയാൽ ചെല്ലുന്നത് നരകത്തിലേക്കാണ്. എൻ്റെ ഒരു എഴുത്തും ഇരിക്കട്ടെ, നിങ്ങളുടെ ചീട്ട് വേണോ നരകത്തിൽ പോകാൻ? കണ്ട, ഇയാൾ ചീട്ട് കൊടുത്തു കഴിഞ്ഞു. അവൾ ആരാ? പാവി. പാവി എവിടെ പോവും? നരകത്തിൽ പോവും അല്ലേ. അടുത്ത വാക്യം, ശീമോനെ. ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പാവിയായ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല അവിടെ. പക്ഷേ പരീശൻ്റെ പേര് കണ്ടിപ്പം വെളിയിൽ വന്നു. എന്താണ്? ശീമോൻ. പേര് കൊള്ളാം, ശീമോൻ. ശീമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു വിളിക്കുന്നത് എന്താ? ഗുരു. ഈ ശീമോന് ചൊറിഞ്ഞിരിക്കുകയാണ് ഈ ഗുരുവിനോട് അല്ലേ. അപ്പോഴാണ് ഗുരു വിളിക്കുന്നത്. ശീമോനെ, ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. അടിയനിതാ പറഞ്ഞാലും എന്നൊക്കെ പറയുന്ന രീതി കണ്ട അല്ലേ. ഒരു ഡയലോഗ് ഓപ്പൺ ചെയ്യാനാ ശീമോനെ നോക്കിയിരിക്കുന്ന. അടുത്തത്, കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ. യേശു അല്ലേ ആള്? യേശു ഇവളെ പറ്റിയല്ല പറയുന്നത്. യേശു പറയുന്നത് എന്താ? കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായിക. വീട്ടുവാൻ 2 പേർക്കും വകയില്ലായിരുന്നു. അവൻ 2 ഇളച്ചു കൊടുത്തു. ശരി, നിനക്ക് 500 ഉണ്ടാ? ഇല്ല സാറേ. ശരി, ഇങ്ങ് വാ, വെട്ടി കൊടുത്തു പോ. നിനക്ക് എത്ര? അതുണ്ടാ? ഇല്ല, വെട്ടി പോ. 2 പേർക്ക് ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരധികം സ്നേഹിക്കും? അവിടെ ശീമോ ഒരുമാതിരി. അതെന്തൊരു ചോദ്യം! ഇത് നഴ്സറി പിള്ളേർക്ക് വരെ അറിയാം അല്ലേ. അടുത്ത ഉത്തരം പറഞ്ഞു.
അധികം ഇളച്ചു കിട്ടിയവൻ ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അധികം ഇളച്ചു കിട്ടിയ ആൾ അധികം സ്നേഹിക്കും. കാര്യം അയക്കല്ലേ അധികം ഇളച്ചു കിട്ടിയത്. അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് ഊഹിച്ചെന്നേ പറഞ്ഞുള്ളൂ. യേശു പറയാൻ നീ വിധിച്ചത് ശരി. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? യേശു ഇവിടെ ഇവനെ ചൊറിയിപ്പിച്ചേ പോകുള്ളതിന് സ്ത്രീയോട് തിരിഞ്ഞിട്ട് ശിമോനോട് ഈ സ്ത്രീയെ കാണുന്നുവോ? ഈ സ്ത്രീയെ കാണുന്നു പറഞ്ഞപ്പോൾ ശിമോൻ എന്തായിരിക്കും പറഞ്ഞത്? കാണുന്നുവെന്നോ? ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വന്ന് കയറിയതും പോരാ, വന്ന് കയറിയപ്പോൾ തൊട്ട് ഇവിടെ ഓരോ ഷോ അല്ലേ. അപ്പോഴാണ് യേശു ചോദിക്കുന്നത്, ഈ സ്ത്രീയെ നീ കാണുന്നുണ്ടോ? കണ്ടു. എന്നിട്ട് അടുത്തത് യേശു അല്ല കാര്യങ്ങൾ ചോദിക്കുക. എന്താ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു. വലിഞ്ഞേറി വന്നല്ല, നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു. നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. എടാ, നമ്മുടെ നാട്ടിലൊരു മര്യാദയാണ്. ഒരു അതിഥി കയറി വരുമ്പം അവിടെ ഒന്നാമത് കൽപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിഥിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചിലർ അവിടെ നിന്ന് തന്നെ വെള്ളം കോരി കാല് കഴുകിയിട്ടേ കയറാവും. വേറെ ചിലർക്ക് വെള്ളം കൊണ്ടുവന്ന് ആതിഥേയൻ എന്ത് ചെയ്യും? വെള്ളം കാലിലൊഴിച്ച് തുടച്ചു കൊടുക്കും. ഇദ്ദേഹം ഗുരു എന്നൊക്കെ നേരത്തെ വിളിച്ചു. പക്ഷേ ഗുരു വന്നപ്പം വെള്ളം പോലും കാലിന് കൊടുത്തില്ല. നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ച ശിമോനെ നിന്നിൽ നിന്നാ. നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ വലിഞ്ഞേറി വന്നല്ലോ ശിമോനെ, നീ വിളിച്ചിട്ടല്ലേ വന്നേ. ഞാനൊരു അതിഥിയായിട്ട് നിൻ്റെ വീട്ടിൽ വന്നപ്പം സാമാന്യ മര്യാദ വെച്ച് നീ കാലിൽ വെള്ളം ഒഴിച്ചു തന്നില്ലല്ലോ. അടുത്തത് ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചോ. നീ ആ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം എടുത്തൊന്ന് കാലിലൊഴിച്ച് നീ ആ തോർത്തുകൊണ്ടൊന്ന് തുടയ്ക്കുമെന്ന് വരും. അല്ലെങ്കിൽ നിൻ്റെ വേലക്കാരെങ്കിലും ചെയ്യും. അങ്ങനെയാണ് രീതി. വേലക്കാരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി അവിടെ അടിമകളുണ്ട്. ചില കേസിൽ ഈ അതിഥിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആതിഥേയൻ തന്നെ വന്ന് എന്ത് ചെയ്യും? ചെയ്യുമെന്നാണ്. യേശുവിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ദറ്റ് ഹോസ്റ്റ് ഷുഡ് ഹാവ് ഡൺ ദിസ്. പക്ഷെ പറയാം, നീ അത് ചെയ്തില്ലല്ലോ ശിവോനെ. പക്ഷേ നീ കുറ്റം പറയുന്ന സ്ത്രീ വന്നപ്പം മുതൽ എന്ത് ചെയ്തു? എൻ്റെ കാല് കരഞ്ഞ് കണ്ണീരുകൊണ്ട് നനച്ച് അവൾ തലമുടി കൊണ്ട് തുടച്ചു. അതായത് നനയ്ക്കുകയും ചെയ്തു, കഴുകുകയും ചെയ്തു, അല്ലേ, തുടയ്ക്കുകയും ചെയ്തു. ഷി ഹാസ് ഡൺ ഇറ്റ്. നന്നായിട്ട് ചെയ്തു. വെള്ളം ഒഴിച്ചു, തുടച്ചു. പക്ഷെ വെള്ളം കണ്ണീരായിരുന്നു. തുടച്ചത് തുവർത്തല്ല, തലമുടിയായിരുന്നു. നിനക്ക് മാക്സിമം കിണറ്റിലെ വെള്ളം എടുത്ത് ഒഴിക്കും, നീ ഒരു തുവർത്ത് കൊണ്ട് തുടയ്ക്കും. പക്ഷേ അവളുടെ കണ്ണീര് കൊണ്ട് നനച്ചു, അവളുടെ തലമുടി കൊണ്ട് തുവർത്തി. അടുത്തത്, നീ എനിക്ക് ചുംബനം തന്നില്ല. അയ്യോ, അതും ചെയ്തില്ല. അന്നത്തെ കാലത്ത് ഒരു അതിഥി വരുമ്പോൾ എന്ത് ചെയ്യും? അല്ലേ, ഗൾഫിൽ ജോലിക്കാർ അറബികൾ അങ്ങനെ രണ്ട് റൂളേഴ്സ് കാണുമ്പോൾ എന്താണ്? രണ്ട് സൈഡിലും മാറി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ചുംബനം കൊടുപ്പുണ്ട്. അത് നീ തന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഫ്രം യു. നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചു. എനിക്ക് അതിശയമായി. നീ എന്നെ വന്ന് കയറിയപ്പോൾ എന്ത് ചെയ്തില്ല? എന്നെ നീ സ്വീകരിച്ച് ചുംബനം തന്നില്ല. ഞാൻ വലിഞ്ഞേറി അല്ലല്ലോ ശിമോനെ, നീ വിളിച്ചിട്ടല്ലേ വന്നത്. എന്നിട്ട് നീ എന്നെ സ്വീകരിച്ചില്ലല്ലോ. നീ എനിക്ക് സ്വീകരിച്ചൊരു ചുംബനം തന്നില്ലല്ലോ. പകരം ഇവളെന്ത് ചെയ്യുന്നു? ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. അപ്പോൾ ഒരു ഉമ്മ കൊടുത്തിട്ട് നിർത്തിയില്ല അവൾ വന്നപ്പോൾ മുതൽ എന്താണ്? ഈ കാലങ്ങ് ചുംബിക്കുക. ആലോചിച്ച് നോക്കിയേ, അവളുടെ ഉള്ളിലുള്ളതെല്ലാം അവൾ എന്ത് ചെയ്യുക? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചുംബിച്ച് തീർക്കുക. എന്തുമാത്രം ലവ് ഡെഫിസിറ്റ് അവൾക്കുണ്ടായിരുന്നിരിക്കാം. അവൾക്കൊരിക്കലും ആരും സ്നേഹം കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ. അവളുടെ അടുത്ത് ഒരുപാട് പേര് ചെന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ചെന്നവരാ അവളെ സ്നേഹിച്ചില്ല. അവർക്കൊക്കെ വേണ്ടിയിരുന്നത് അവളെയല്ല, അവളുടെ ശരീരത്തെ ആയിരുന്നു. പീപ്പിൾ വെർ ഓൺലി യൂസിങ് എ. നോ വൺ ഹാസ് എവർ ലവ്ഡ് ഹർ. ഇത് എന്നെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന നിങ്ങളെ, ഒരുപക്ഷെ മറ്റുള്ളവരെല്ലാം നിങ്ങളെ യൂസ് ചെയ്യുന്ന സെൻസിലൊക്കെ നിങ്ങളെ മുതലാക്കും. എന്തിനു പറഞ്ഞാൽ അപ്പനും അമ്മയും പോലും മക്കൾ എന്ത് ചെയ്യുക? ഇന്ന് മുതലാക്കുക, അല്ലേ? ഭാര്യയും ഭർത്താവും അന്യോന്യം മുതലാക്കും, സഹോദരങ്ങളും മുതലാക്കും, സ്നേഹിതരും മുതലാക്കും. എല്ലാവരും അന്യോന്യം യൂസ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവളെയും എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള, അവൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ യേശു ഒരു സ്നേഹം അങ്ങോട്ട് കാണിച്ചിട്ടല്ല ഇവൾ സ്നേഹിക്കുന്നത്. അതാ രസം. അവൾക്കൊരറിവുണ്ടായിരുന്നു യേശു ആരാണെന്ന്. ഇവൾക്കൊരു ബോധ്യം, ഒരു വെളിപ്പാട് അവളുടെ ഉള്ളിൽ വന്നു. ഈ യേശു ദൈവോത്തരനാ, യേശു സ്നേഹമുള്ളവനാ, യേശു മനസ്സലിയുന്നവനാ, അല്ലേ? അങ്ങനെയുള്ളൊരു യേശുവാണെന്ന് അവൾ കേട്ടിട്ടേ ഉള്ളൂ.
പരിചയമൊന്നും ഇല്ലല്ലോ, മുൻ അനുഭവങ്ങൾ ഇവക്കില്ല യേശുവായിട്ട്. കെട്ടറിവ് വെച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്ന് ഇത്രയും അങ്ങ് സ്നേഹിച്ചു. അവൾ ചുംബിച്ച് ഇടപെടാതെ വന്ന സമയം മുതൽ ചുംബിച്ചു. അടുത്തത്, നീ എൻ്റെ തലയിൽ തൈലം പൂശി. അടുത്തത്, അന്നത്തെ യഹൂദന്മാർക്ക് വീട്ടിൽ ഒരു അതിഥി വരുമ്പം ചുംബിച്ച് നല്ല ചൂടത്തല്ലേ കയറി വരുന്നേ, തലയിൽ എണ്ണ വയ്ക്കും. അതായത് ഈ തൈലം തലയിൽ പൂശും. അതും അടുത്തൊരു ചടങ്ങാണ്. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. എടാ, നീ ഒരു പാമോയിലെങ്കിലും എൻ്റെ തലയിൽ വയ്ക്കണമായിരുന്നു, അതുപോലും നീ ചെയ്തില്ല. ഇവളോ എത്രയോ മാസത്തെ ശമ്പളം കൊണ്ടുണ്ടാക്കി വിലപിടിപ്പുള്ള തൈലം കൊണ്ട് തലയിലല്ല അവൾ വെച്ചത്. ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ തലയിൽ കയറി വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അവളെൻ്റെ കാലിൽ ആ തൈലം പൂശി. അടുത്തത്, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കണ്ടോ, അവിടെ വെച്ച് യേശു ഒരു പരസ്യമായിട്ട് ഡിക്ലറേഷൻ നടത്തി. എന്താണ്? ഇവളുടെ അനേകമായ പാപങ്ങൾ. ഇവളെ എന്തോ എല്ലാവരും വിളിക്കുന്നത്? അവളുടെ സ്റ്റേറ്റസ് മാറി. അവൾ പാപിയായിട്ടാണ് കയറി വന്നത്, സമൂഹം അവളെ പാപിയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ യേശു പാപങ്ങളെ മോചിക്കുവാൻ ആകെ കൂടി അധികാരമുള്ള ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. യേശുദാ പരസ്യമായിട്ട് പറയുക, എന്താണ്? ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അടുത്തത്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അവൾ അധികം സ്നേഹിക്കുന്ന കാര്യം അധികം അവൾക്ക് മോചിച്ച് കിട്ടി. അടുത്ത വാക്യം, പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡിക്ലെയർ ചെയ്യാണ്, പരസ്യമായിട്ടവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവളെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ, ഇനി നിനക്ക് പാപിയാണെന്നും ചിന്തിച്ച് നീ പോകണ്ട, കുറ്റബോധത്തിൽ ഇവിടെ നിന്ന് പോകണ്ട, നിന്റെ പാവങ്ങളെല്ലാം മോചിച്ച് തന്നിരിക്കുന്നു. അടുത്തത്, അവനോട് കൂടെ പന്തിയിലിരുന്നവർ പാപമോചനം കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. പറഞ്ഞ ഇവൻ വിളിച്ചുകൊണ്ട് പോകുന്ന കുറേ പാർട്ടികളുടെ ഇരിപ്പുണ്ട്. ഇവൻ്റെ വീട്ടിൽ ചാപ്പാടിന് വിളിച്ചപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സിനെയല്ലേ വിളിച്ചത്, അല്ലേ? അവരെല്ലാം കൂടെ അന്യോന്യം ഇരുന്നുകൊണ്ട് കുറ്റപ്പെടുത്താണ്. ഇയാൾ ആര്? ഇയാൾ ഈ പാവമൊക്കെ മോചിച്ചു കൊടുക്കാൻ ഇയാൾ ആരാ? ചേടാ, എന്തെങ്കിലും നല്ലൊരു സ്പിരിച്വൽ ഡിസ്കോഴ്സ് കേൾക്കാമെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുത അടയാളമൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും. പക്ഷേ യേശു അവിടെ വന്ന് ചെയ്യുന്ന അതൊന്നുമല്ല. എന്താണ്? പാപം മോചിച്ചു കൊടുത്തു. ഒരു പാപിയുടെ പാപം മോചിച്ചു കൊടുത്തു. അടുത്തത്, അവനോ സ്ത്രീയോട്. അതൊന്നും യേശു മൈൻഡ് ചെയ്യുന്നില്ല. യേശു ആ സ്ത്രീയെ വീണ്ടും നോക്കിയിട്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം, അവൾ ഈ ചെയ്തതെല്ലാം ഞാൻ ആരാധനയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞെങ്കിൽ നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഔട്ട് ഓഫ് ഫെയ്ത്ത്. എന്താണ്? വിശ്വാസത്താൽ വേണം നമ്മൾ ആരാധിക്കുവാൻ. ഒരു പാട്ട് കൊണ്ട് പാടുമല്ലേ? എന്തുകൊണ്ടോ ആ പാട്ട് ഇവിടെ ഒത്തിരി പാടിയിട്ടില്ല. എന്താണ്? എന്നോ ഞങ്ങൾ വിശ്വാസത്താൽ. അതെ, ഇന്നത്തെ നമ്മുടെ ആരാധന വിശ്വാസത്താലാണ്, അല്ലേ? വിശ്വാസത്താൽ നമ്മൾ ആരാധിക്കണം, അല്ലേ? ഇനി അടുത്തത്, ദ റിസൾട്ട് ഓഫ് വർഷിപ്പ്. എന്താണ്? ഈ ആരാധനയ്ക്കൊരു റിസൾട്ടുണ്ട്. എന്താണ് റിസൾട്ട്? സമാധാനത്തോടെ പോകാം. അതിൻ്റെ അർത്ഥം, അവൾ വന്നപ്പോൾ അവൾക്കില്ലാതിരുന്നൊരു കാര്യം എന്താ? സമാധാനം. സമാധാന പ്രഭുവിൻ്റെ അടുത്തേക്കാണ് വന്നത്. അവൾക്ക് സമാധാനക്കേട് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അവളുടെ പാപജീവിതം തന്നെയായിരുന്നിരിക്കാം. ആ പാപത്തിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് അവൾ വന്നു. ആ പാപം അവളെ കുറ്റപ്പെടുത്തി ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയില്ലാതെ അവൾ വന്നത്, നിരാശപ്പെട്ട അവൾ വന്നത്. പക്ഷേ ഇപ്പം യേശു പറയാ, സമാധാനത്തോടെ നീ പോ, മടങ്ങി. അതിൻ്റെ അർത്ഥം ദ റിസൾട്ട് ഓഫ് വർഷിപ്പ് ഈസ് പീസ്. ഇതാണ് ആരാധിച്ച് കഴിയുമ്പം നമുക്ക് എന്താ തോന്നുന്നത്? ഇന്ന് ചിലപ്പം നല്ലൊരു ആരാധന കഴിയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഫീലിംഗ്? ചിലർ പറയാറുണ്ട്, നല്ലൊരു ഫീലിംഗ് കേട്ടോ. എന്തോന്ന് ഫീലിംഗ്? ഫീലിംഗ് അല്ല കാര്യം. ദൈവത്തെ നമ്മൾ ഉള്ളം തുറന്ന് നമ്മൾ ആരാധിച്ച് കഴിയുമ്പം ഒരു വലിയ സമാധാനം നമുക്ക് ലഭിക്കും. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നമുക്കൊരു വലിയ സമാധാനം തരും. അവൾ സമാധാനത്തോടെ അവൾ വീട്ടിൽ പോയി. അന്ന് വരെ ഉറങ്ങാത്ത പോലെ അവൾ വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കാണ്. എന്താ? അവൾക്ക് യേശു സമാധാനം കൊടുത്തു. ഇന്നും യേശു തരുന്നൊരു കാര്യമാണ് സമാധാനം, അല്ലേ? ലോകത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ, ഇപ്പം നമ്മൾ കാണുന്നല്ലോ ചില സംഭവങ്ങളൊക്കെ കണ്ടില്ലേ? 12 റോൾസ് റോയ്സ് കാർ സ്വന്തമായിട്ടുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു.
ഇല്ല. എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇതിൽ ഒരു കാര്യം, ഇതൊന്നും വേണ്ട, നമുക്ക് സമാധാനമുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലുത്. പക്ഷേ ഈ പാവപ്പെട്ടവരായ നമുക്ക് കർത്താവ് സമാധാനം തന്നില്ലേ? അല്ലേ? നമുക്ക് സമാധാനം തന്നില്ലേ? ആ സമാധാനത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ എത്ര പേര് എന്ന് പറയും, യേശുവേ, നമ്മൾ പലപ്പോഴും പാടാറ്, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നിട്ടുണ്ടോ? യേശുവിൽ നിന്ന് ആ സമാധാനം നിങ്ങൾ പ്രാപിച്ചവരാണെങ്കിൽ, അവൾ പാപിയായിട്ട് വന്ന് ഇത്രയും ആരാധിച്ചെങ്കിൽ, ഈ പാപികളായിരുന്ന നമ്മളെ കർത്താവ് എന്നോ രക്ഷിച്ചു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മൾ എത്ര അവനെ ആരാധിക്കണം, അല്ലേ? അവൾ പാപിയായിരുന്നിട്ട് അവൾ ഇത്രയും ആരാധിച്ചു. അവൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഷി കെയിം വിത്ത് എ കോസ്റ്റ്ലി തിങ്. വിലപിടിപ്പുള്ളത് ആയിരുന്നു അവളുടെ ആരാധന. അവൾ താഴ്മയോടെ ആരാധിച്ചു. അവളെ തന്നെ തകർത്ത് നുറുങ്ങിക്കൊണ്ട് അവൾ ആരാധിച്ചു. അടുത്തത്, അവൾ ഏറ്റവും എന്ത് ചെയ്തു? സ്നേഹിച്ച് ആരാധിച്ചു. അടുത്തത് എന്ത് ചെയ്തു? അവൾ ആരാധന പ്രകടമാക്കാൻ അവൾക്ക് ലജ്ജ തോന്നിയില്ല. അടുത്തത്, അവൾ വിശ്വാസത്തോടെ ആരാധിച്ചു. ഒടുവിൽ അവൾ പോയപ്പോൾ സമാധാനത്തോടെ പോയി. ഷീ വെൻറ്റ് ബാക്ക് ഇൻ പീസ്. ഇന്നൊരു ആരാധന കഴിയുമ്പോൾ വി ഗോ ബാക്ക് ഇൻ പീസസ്. ഒരു പീസായിട്ട് വന്നു, ആരാധന കഴിഞ്ഞപ്പം പല പീസായിട്ട് പോവും. അതാണ് ഇന്നത്തെ ആരാധനയുടെ ഒരു കാര്യം. ഇനി ഇവളുടെ ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യണം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള എല്ലാ വിലയും പോയി കിട്ടും. എന്താണെന്നറിയാമോ? അവൾ വന്ന സമയം മുതൽ ഈ പോകുന്ന സമയം വരെ അവൾ വാ തുറന്നില്ല. നമ്മളോ വന്ന സമയം മുതൽ പോകുന്ന സമയം വരെ വാ പൂട്ടുന്നില്ല. ഇനി ഇത് ഏതാണ് ആരാധന? നമ്മളെ ആരോ പഠിപ്പിച്ചു വെച്ചു, എത്രയും വാ തുറന്ന് അപ്പോൾ നിങ്ങൾ എന്തോ ഈ പറഞ്ഞു വരുന്നത്? വാ തുറന്ന് ദൈവത്തെ ആരാധിക്കേണ്ടെന്നാണോ? ഈ വാ തുറക്കാതിരിക്കുന്നവർക്ക് ഇതിൽ നല്ലൊരു ലൈസൻസുമായി. പിന്നെ അങ്ങോട്ട് കയറുമ്പം തന്നെ കാറിൽ കയറുമ്പം പറയും, കേട്ടല്ലോ, നീയല്ലേ എന്നെ കുറ്റം പറയുന്നത്, പാസ്റ്റർ പറഞ്ഞാൽ കേട്ടോ, വാ തുറക്കുന്നതിലല്ല കാര്യമെന്ന്. പക്ഷേ നിങ്ങൾ വാ തുറക്കണ്ട, ബാക്കി ഇതൊക്കെ ചെയ്യണം, അല്ലേ? വാ തുറക്കുന്നതിന് എതിരല്ല നമ്മളാരും. വാ തുറന്നോ, പക്ഷേ നമ്മുടെ പ്രശ്നം വാ മാത്രമേ തുറക്കുന്നുള്ളൂ, അതല്ലേ? നമ്മുടെ ഹൃദയം തുറക്കുന്നില്ല, നമ്മുടെ കൈ തുറക്കുന്നില്ല, നമ്മുടെ ഒന്നും തുറക്കുന്നില്ല. വാ മാത്രം അങ്ങ് തുറക്കും, അല്ലേ? അപ്പോൾ ഏത് ആരാധനക്കാരായിട്ടാണ് നിങ്ങളൊന്ന് മാറാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വേണ്ടേ പ്രിയപ്പെട്ടവരെ? കർത്താവെ, എന്നെ ഇത്രയും സ്നേഹിച്ച എൻ്റെ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കുവാൻ ഞാനിതാ എന്നെ തന്നെ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കരത്തിലേക്ക്, അവൻ്റെ പാദത്തിലേക്ക് ഒന്ന് നമുക്ക് സമർപ്പിക്കാമോ? ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.